ലിനൻ ക്ലബ് എക്സ്ക്ലൂസീവ് ഷോറൂം പാലക്കാട് കോയമ്പത്തൂർ റോഡിൽ അജ്മൽ ബിസ്മിക്ക് സമീപം. ഫിസിയോതെറാപ്പി ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവച്ച് ഡോക്ടർ ദിവ്യ. ഇന്ന് ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. ഹെൽത്തി ഏജ് എന്നാണ് ഇത്തവണത്തെ ഈ ദിവസത്തിന്റെ ആശയം. ഫിസിയോതെറാപ്പി ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ദിവ്യ. ചില അസുഖങ്ങൾ ചില പ്രായമാകുമ്പോൾ നമുക്ക് വരുന്ന ചില അസുഖങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ സ്മോക്കിംഗ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം, അതായത് COPD എന്ന് പറയുന്ന അസുഖം, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ബ്രോങ്കിറ്റാസിസ്, അല്ലെങ്കിൽ നമ്മുടെ ഏജ് കൂടുമ്പോൾ നമുക്ക് വരുന്ന റെസ്പിറേറ്ററി മസിൽ വീക്ക്നെസ് കാരണം നമ്മുടെ ശ്വാസം എടുക്കാൻ വരുന്ന ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ എയർവേ, നമ്മുടെ നോർമൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കഫത്തിനെ, കട്ടിയുള്ള കഫത്തിനെ പുറത്തോട്ട് കളയാൻ പറ്റാതെ വരും. അതവിടെ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ നോർമൽ എയർ എക്സ്ചേഞ്ച് നോർമലി നടക്കാതെ വരികയും നമുക്ക് ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ റെക്കറൻ്റ് ആയിട്ട് വരാനുള്ള ചാൻസസ് കൂടുകയും ചെയ്യും. അവിടെയാണ് ഫിസിയോതെറാപ്പിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇങ്ങനെ സംഭവിക്കാം എന്ന് കരുതി നമുക്കൊരു ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാനോ ട്രീറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അപ്പോൾ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? അതായത് ഇങ്ങനെയുള്ള അസുഖം ഏജ് ആയി കഴിയുന്നു, റെസ്പിറേറ്ററി മസിൽ വീക്ക്നെസ് വരുന്നു, അല്ലെങ്കിൽ COPD പോലുള്ള അസുഖം. അത് നമ്മുടെ ഇന്ത്യയിൽ വളരെ കൂടുതലാണ് COPD പോലുള്ള അസുഖം. കാരണം പുക വലിക്കുന്നവരാണ് അധികം ആൾക്കാർ. ഫീമെയിൽസിനാണെങ്കിൽ ഇൻഡോർ എയർ പൊല്യൂഷൻ, അതായത് നമ്മൾ അടുക്കളയിൽ പുകയെടുപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അത് വരുന്നത്. അങ്ങനെ അവരുടെ റെസ്പിറേറ്ററി മസിൽസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സീലിയൊക്കെ വളരെ വീക്കാകും. അതുകൊണ്ട് തന്നെ അവർക്ക് സെക്രീഷൻസ് പുറത്തോട്ട് പോവുകയില്ല. അവർക്ക് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമുക്ക് അവരുടെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം? അവരുടെ സെക്രീഷൻസ്, ഉള്ളിൽ കഫം കെട്ടിക്കിടക്കാതിരിക്കുന്നത് സഹായിക്കും. നമ്മുടെ ഉള്ളിലോട്ട് നോർമലായിട്ടുള്ള വെന്റിലേഷൻ, സാധാരണ പോലുള്ള ശ്വാസം ഉള്ളിലോട്ട് കടക്കാൻ സഹായിക്കും. അങ്ങനെ കടക്കുന്നതുകൊണ്ട് നോർമൽ എയർ എക്സ്ചേഞ്ച്, ഗ്യാസ് എക്സ്ചേഞ്ച്, കാരണം ഓക്സിജൻ ഉള്ളിലോട്ട് കടക്കാനും നമ്മുടെ ശരീരത്തിലെല്ലാം ഓക്സിജൻ കിട്ടാനും സഹായിക്കും. അങ്ങനെ വരുമ്പോൾ റെക്കറൻ്റായിട്ട് വരുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ശ്വാസം മുഖ്യതപ്പ്, ഇതൊക്കെ കുറയും. ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം ആവശ്യമാണ്. ആർക്കൊക്കെ ഫിസിയോതെറാപ്പി ചെയ്യാൻ സാധിക്കുമെന്നും വീട്ടിലെങ്ങനെ ഇത് ചെയ്യാമെന്നുള്ള അറിവും ഡോക്ടർ ദിവ്യ പങ്കുവച്ചു. ഫിസിയോതെറാപ്പി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യണമെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് ആവശ്യമാണ്. ഇനിഷ്യലി നമുക്കത് ചെയ്യണമെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അഡ്വൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യും. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ആവിയൊക്കെ പിടിച്ച ശേഷം കട്ടിൽ, കുട്ടികൾ കമന്ന് കൂടി കിടക്കുന്ന കട്ടിൽ, രാവിലെ എഴുന്നേറ്റ് തവള കിടക്കുന്ന പോലെ, അതുപോലെ കമന്ന് അങ്ങനെ കിടക്കുക. സോ ഇനി അതിനൊരാളുടെ സഹായം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള മക്കളോ വൈഫോ ആരെങ്കിലും ഹസ്ബൻഡോ ആരാന്ന് വെച്ചാൽ അവരവരുടെ കൈ ഇങ്ങനെ കപ്പ് ചെയ്ത് പിടിക്കും. ഒരിക്കലും ഇങ്ങനെ പിടിക്കട്ടെ, കപ്പ് ചെയ്ത് പിടിച്ചിട്ട് ബാക്കിൽ നമ്മുടെ പുറകിൽ നിന്ന് ബാക്കിൽ നിന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം മേലോട്ട്. ആൾ കിടക്കുന്നുണ്ടാവും, നമ്മൾ മേളിൽ നിന്ന് താഴെന്ന് മേലോട്ട് അവരുടെ അപ്പർ സൈഡിലോട്ട് ബാക്കിൽ നിന്ന് കൈ ഇങ്ങനെ കപ്പ് ചെയ്ത് പിടിച്ചുകൊണ്ട്, ഒരിക്കലും ഇങ്ങനെ അടിക്കരുത്, കപ്പ് ചെയ്ത് പിടിച്ചുകൊണ്ട് ടാപ്പ് ചെയ്ത് മേലോട്ട് അങ്ങനെ ഒരു 10 മിനിറ്റ്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും കഫം മുഴുവൻ അവരുടെ സൈഡിലിരിക്കുന്ന കഫം മുഴുവൻ സെൻട്രൽ എയർവേസിലോട്ട് എത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അവർ ചുമച്ചിട്ട് അത് തുപ്പിക്കളയും. അങ്ങനെ ചെയ്യുമ്പോൾ രാത്രി കെട്ടിക്കിടക്കുന്ന കഫം മുഴുവൻ പുറത്തോട്ട് പോകും. അങ്ങനെ വരുന്നതിൻ്റെ ഒരു ഗുണം അത്രയും എയർവേ ക്ലിയർ ആവുകയാണ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരത്തില്ല, ഓക്സിജൻ ഉള്ളിലോട്ട് കയറാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഗ്യാസിയസ് എക്സ്ചേഞ്ച് നല്ലോണം നടക്കും. അവർക്കൊരു ഹെൽത്തി ആയിട്ട് നമുക്കൊരിക്കലും ഒരു COPD ബ്രോങ്കിറ്റസിസോ നമുക്കൊരിക്കലും ട്രീറ്റ് ചെയ്ത് ഇറക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ പെർമനന്റ് ഡാമേജ്. പക്ഷേ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇത് കാരണം ഇമ്പ്രൂവ്.